ഓൾറെഡി നമ്മുടെ റാപ്പർ വേടനെതിരെ ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 2 യുവതികൾ പരാതിപ്പെട്ടു പീഡന കേസിൽ എന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആദ്യം കഞ്ചാവ് കേസില്, പിന്നെ പുലിപ്പല്ലിന്റെ, പിന്നെ വീണ്ടും ഇങ്ങനെ പരാതിക്കാർ ഒരുപാട് വരുന്നുണ്ടെന്ന് അറിഞ്ഞ്, അതുപോലെ തന്നെ അവര് മീറ്റു എന്നുള്ളൊരു ഇതിൽ ഓൾറെഡി ഇവര് ഇത് കൊടുത്തായിരുന്നു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ യുവതികൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 വർഷം മുമ്പ് തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ വീണ്ടും 2020 നടന്ന പരാതിയായിട്ട് വന്നിട്ടുള്ള, പിന്നെ വീണ്ടും ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകി. ഒരാള് വലിയൊരു രീതിയിൽ എത്തുന്ന ടൈമില് അത്രയും ലോ ലെവലിൽ നിന്നൊരാള് അപ്പൊ അത്രയും ഹൈപ്പിൽ ഇപ്പൊ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വേടൻ നടത്തുന്ന ഷോ ഒക്കെ കണ്ടറിയാം. ആ നാട് മൊത്തം വേടന്റെ കൂടെ അണിനിരക്കുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിൽ വേടന്റെ സ്റ്റേജ് ഷോയിൽ കണ്ടിരുന്നു. പിന്നെ ഈ പഠിക്കുന്ന പുസ്തകത്തിൽ വേടന്റെ ഈ പാട്ടുകൾ വേണമെന്നുള്ള രീതിയിൽ വന്നു. പിന്നെ ഈ ഒരു സംഭവങ്ങൾ കാരണം അത് വേണ്ടാന്നുള്ള രീതിയിൽ ഇത്രയധികം കേസുകളും കാര്യങ്ങളായപ്പോ അത് വേണ്ട എന്നുള്ളൊരു രീതിയിൽ വളരെ പെട്ടെന്ന് എല്ലാവരുടെ ഇടയിലും വേടൻ എന്ന് പറയുന്ന ഒരു ഭയങ്കര ചർച്ചാ വിഷയമായി വന്നിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു തുടരെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വേടനെതിരെ കംപ്ലൈന്റ്സ് മാത്രം. കഞ്ചാവ് കേസായാലും, കഞ്ചാവ് കേസ് വന്നപ്പോഴും വലിയൊരു രീതിയിൽ ജനങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പീഡന കേസൊക്കെ വരുന്ന സമയത്ത് ജനങ്ങൾക്ക് ചെറുതായിട്ട് വേണം ഒരു മുഷിപ്പ് തോന്നുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. നേരത്തെ നല്ല രീതിയിൽ പറഞ്ഞവര് അടക്കം ഇപ്പൊ മാറ്റി പറയുന്നുണ്ട് ഈ ഒരു കേസ് കാര്യങ്ങൾ വന്ന ടൈമില്. ഓക്കെ, എന്തായാലും നിലവിൽ ഹൈക്കോടതി വേടനെതിരെ കേസ് എടുത്തിട്ടില്ല എന്നാണ് കേട്ടത്. അപ്പോ ഇന്ന് അതിന്റെ വാദം നടക്കുന്നുണ്ട്. അപ്പോ നമുക്ക് നോക്കാം എന്താണ് വിധി വരുന്നത്, ഇതിന് തെളിവുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത്.